ഗുഡ് ഈവനിങ് എവ്രിവൺ. നമ്മുടെ യോഗം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏതൊരു യോഗത്തിന്റെയും വിജയത്തിന് ദൈവാനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. അതിനായി പ്രാർത്ഥനാ ഗാനത്തിനായി ജിൻസി ജോയെ ക്ഷണിക്കുന്നു. ആയിരം പൂവുകൾക്കും ആകാശസീമകൾക്കും അനുപമ സൗന്ദര്യമേകിയോനേ, ആനന്ദമാം കാരുണ്യമേ. സൃഷ്ടിയിൽ കാണുന്നു ഔന്നത്യം, സൃഷ്ടാവേ നീയും വിനയാനിതൻ. സൃഷ്ടിയിൽ കാണുന്നു ഔന്നത്യം, സൃഷ്ടാവേ നീയും വിനയാനിതൻ. സൃഷ്ടികൾക്കിത്രയും ചാരുതയെങ്കിൽ സൃഷ്ടാവേ എന്തു സൗന്ദര്യം. ആയിരം പൂവുകൾക്കും ആകാശസീമകൾക്കും അനുപമ സൗന്ദര്യമേകിയോനേ, ആനന്ദമാം കാരുണ്യമേ. താങ്ക് യു ജിൻസി. സ്വാഗത പ്രസംഗത്തിനായി യൂണിറ്റിന്റെ മിഷണറി ഫോറം ഇൻചാർജ് ആയിരിക്കുന്ന ജെറിൻ ബിജോയെ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. MGOCSM SB കോളേജ് യൂണിറ്റ് നടത്തുന്ന 2021-22 അധ്യയന വർഷത്തെ വാലഡിക്ടറി ഫംഗ്ഷനിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥിയായി സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്ന MGOCSM സ്റ്റുഡൻറ് സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും IAS ഹബിന്റെ ബിസിനസ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ മോബിൻ വർഗീസ് അച്ഛനെ സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി MGOCSM SB കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി ലിജി ജേക്കബ് മിസ്സിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റോജ ചെറിയാൻ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, ലിറ്റററി ഫോറം ഇൻചാർജ് തുടങ്ങിയ ഭാരവാഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ MGOCSM യൂണിറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു എബ്രഹാം സാറിനെയും മുൻ ഭാരവാഹികളെയും ഈ പരിപാടിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ചില ഒഴിച്ചുകൂടാനാവാത്ത തിരക്കുകൾ മൂലം ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ പോയ നമ്മുടെ താങ്ങും തണലുമായ SB കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ റെജി പി കുര്യനെ ഈ അവസരത്തിൽ ഓർത്തുകൊള്ളട്ടെ. ഏറ്റവും ഒടുവിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തെയും മാതാപിതാക്കളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ജെറിൻ. നമ്മുടെ യൂണിറ്റിന്റെ താങ്ങും തണലുമായ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടതായ നിർദ്ദേശങ്ങൾ തന്ന് നമ്മെ നയിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ലിജി മിസ്സിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മോബിനച്ച, പ്രിയപ്പെട്ട മാത്യു സർ, MGOCSMലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ SB കോളേജിലെ MGOCSM യൂണിറ്റിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ വാലഡിക്ടറി ഫംഗ്ഷനാണ് ഈ സമയത്ത് നടക്കുന്നത്. ഈ വർഷം കുറെ ഓൺലൈനായും കുറെ ഓഫ്ലൈനായുമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നീങ്ങിയതെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച അതിന്റെ ഭാരവാഹികളെയും നമ്മുടെ MGOCSM യൂണിറ്റിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അംഗങ്ങളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ വർഷം നടത്തിയതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നിങ്ങൾ അഭയഭവനിലും അതുപോലെ തന്നെ ആശാകിരണിലും അവിടുത്തെ അന്തേവാസികളോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചതാണ്. ഏതൊരു വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അവർ എത്ര വലിയ പദവിയിലാണെങ്കിലും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ചുറ്റുമുള്ള ആൾക്കാരുടെ സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ കുറെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അതുപോലെ തന്നെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ചെലവഴിച്ചപ്പോൾ അവർക്ക് അതൊരു നല്ല ഒരു അനുഭവമായിരുന്നിരിക്കണം.
അതുപോലെ തന്നെ നിങ്ങളിൽ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളും പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും തുടരാൻ നമ്മുടെ യൂണിറ്റിന് സാധിക്കണം. കാരണം സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആവശ്യമായ ഒരു ഘട്ടമാണിത്. നമ്മുടെ സമൂഹം വലിയ മൂല്യച്യുതികളിലൂടെ കടന്നു പോകുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ദിവസം പത്രം എടുത്താൽ, അതല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒരു ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വ്യക്തികളായാലും വ്യക്തികളുടെ കാര്യത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും കുടുംബത്തിലായാലും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്ന കാലം. ഈ സമയത്ത് ഇതിനെല്ലാം കാരണമായി ആൾക്കാർ പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അമിത സ്വാധീനം ഇതൊക്കെ തന്നെയാണ്. ഒരു പരിധി വരെ അത് ശരിയാണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതും ചീത്തയുമായ കുറെ കാര്യങ്ങളുടെ ഒരു അമിതമായ ഒരു പ്രവാഹമാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സാമൂഹികമായ വളർച്ചയ്ക്കാണെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ തീരുമാനമാണ്. ഈ ഒരു കാര്യം യുക്തിപൂർവം ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ചുമതലയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെയാണ് ആത്മീയതയുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും പ്രസക്തി. ഈ ആത്മീയതയിൽ ഊന്നി വളർന്ന് ദൈവവിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോഷ്യൽ മീഡിയ ആയാലും വ്യക്തിബന്ധങ്ങളായാലും അതിന് അതിർവരമ്പുകൾ തീരുമാനിക്കാനും വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ഒരേ അകലത്തിൽ ഒരുപോലെ കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. സഭയെ ആയാലും സമൂഹത്തെ ആയാലും ഒരുപാട് നന്മകൾ ചെയ്ത് സേവിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായി വളരാൻ MGO-CSM പോലെയുള്ള ഒരു ആത്മീയ സംഘടനയിലൂടെ നീങ്ങുന്ന നിങ്ങൾക്ക് സാധിക്കും. അതാവട്ടെ നമ്മുടെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന്റെ നിങ്ങൾക്ക് സഭയെയും സമൂഹത്തെയും സേവിക്കാനുള്ള ഒരു അവസരമാകട്ടെ, നല്ല വ്യക്തികളായി മാറാനുള്ള ഒരു അവസരമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത വർഷത്തെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രവർത്തന നിരതമായ ഒരു വർഷം ആശംസിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മുടെ MGO-CSM യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു ഫോർ യുവർ വേർഡ്സ് മാം. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന് ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്ന ട്രിവാൻഡ്രം സ്റ്റുഡന്റ് സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും MGO-CSM IAS ഹബിന്റെ ബിസിനസ് ഡയറക്ടറുമായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട മുബിൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ദൈവത്തിന്റെ അതിവിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ജിമസ് മാത്യു പ്രാംസ, കർത്താവിനാൽ അനുഗ്രഹീതരെ, ഒരു വർഷത്തിന്റെ ഏറ്റവും അവസാന സമയങ്ങളിലാണ് ഈ വാലഡറി ഫംഗ്ഷൻ നടക്കുന്നത്. അതൊരു പരിപൂർണമായ ഒരു ഫുൾ സ്റ്റോപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുകയില്ല. അടുത്ത ഒരു തലമുറയ്ക്ക് ദീപശിഖ കൈമാറുന്നതായ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പൊ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. രജിമിസ് പറഞ്ഞ പോലെ അടുത്ത വർഷത്തെ ഭാരവാഹികൾക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനൊക്കെ വേണം മുമ്പോട്ടുള്ള നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് പ്രകാരം എല്ലാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തൊക്കെ സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുക. എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാൻ തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വാക്യം ഒരാളുടെ വലിയ ടെസ്റ്റിമണിയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സാക്ഷ്യമായ ആ അനുഭവത്തെ നമ്മൾ സാക്ഷ്യമായി എടുക്കും, വിറ്റ്നസിങ് ആയിട്ട് എടുക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക്, പഴയ നിയമത്തിലുള്ള വ്യക്തിക്കുണ്ടായ ഒരു സാക്ഷ്യമാണ് നിങ്ങളുമായി ചിന്തിക്കുന്നതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ സാറായുടെയും അബ്രഹാമിന്റെയും സാറായുടെയും ദാസിയായ ഹാഗാറിന് ഉണ്ടായതായ വലിയ ഒരു സാക്ഷ്യം, ഒരു അനുഭവമാണ് ഒരു പറയുന്നത്. അവിടെ ഇപ്രകാരമാണ് ആ വാക്യം പറയുന്നത്. എന്നാൽ അവൾ ഹാഗാറിനെ കുറിച്ച് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതിന്റെ പുറകോട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ
അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവം. അബ്രഹാമിന്റെയും സാറായുടെയും അന്ന് ഈ അടിമത്തമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ദാസിയായിട്ടിരുന്ന ഒരു വ്യക്തി യജമാനത്തിയുടെ കണ്ണിൽ ഒരു കരടായി മാറി. യജമാനത്തിന്റെ നിർബന്ധ പ്രകാരം യജമാൻ അവളെ ഭവനത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അന്നൊക്കെ അടിമകൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ യജമാന്മാരുടെ വീട്ടിലാണ്. അവിടെ വെച്ചാണ്, ആ വീട്ടിലാണ് അവരുടെ ജീവിതം മുഴുവൻ. അവർക്ക് പോകുവാൻ എങ്ങും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവരെ ഇറക്കി വിടുന്ന അനുഭവത്തിൽ വഴിക്ക് വെച്ച് മരിക്കുവാൻ തക്കവണ്ണം പോലും അവള് ഒരുക്കപ്പെടുന്നു. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളോട് 2 ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം അവൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവസാനമാണ് അവൾ പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന പേര് വിളിച്ചു. ദ ലോർഡ് സീസ് മീ. ഇത് വലിയൊരു ഒരു അനുഭവമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തെ പല പേരുകളായി വിളിക്കും. നമുക്കുണ്ട് ചിലപ്പോഴൊക്കെ കലാലയങ്ങളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ കൂട്ടുകാർ നമ്മളെ ഇരട്ട പേരിട്ട് വിളിക്കും, ചില കുസൃതിയായിട്ടുള്ള പേരുകളൊക്കെ വിളിക്കും. അങ്ങനെ ദൈവത്തെ പല പേരുകളായിട്ട് ഇവർ വിളിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾ. അവരുടെ അനുഭവത്തും വഴി പണ്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അവർ പാറയുടെ മുകളിൽ അഭയം പാർക്കുമ്പോൾ പറയും, യഹോവ എന്റെ പാറ. ഒരു വിജയം, ഒരു ശത്രുവിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ഒരു വിജയം പ്രാപിച്ചു കഴിയുമ്പോൾ അവർ പറയും, യഹോവ നിസി, യഹോവ എന്റെ കൊടി, എന്റെ വിജയത്തിന്റെ അടയാളം എന്ന് പറയുന്ന അനുഭവം. ആ ഒരു അനുഭവമാണ്, വ്യക്തിഗതമായ ഒരു വ്യക്തിക്കുണ്ടായ ഒരു അനുഭവമാണ്, ദൈവമേ നീ എന്നെ കാണുന്നു. എൽ റോയി എന്നാണ് എബ്രായ ഭാഷയിൽ ആ പദത്തിന് വിളികൾ പറയുന്നത്. എൽ റോയി, ദൈവം എന്നെ കാണുന്നു. വലിയൊരു അനുഭവം അല്ലെ? നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവം എന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കുവാൻ എന്നൊക്കെ നമുക്ക് സാധിക്കും. ക്യാരക്ടർ എത്തിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ക്യാരക്ടർ എന്ന വാക്കിനെ നിർവചിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, വാട്ട് വി ഡു വെൻ നോ വൺ സീസ് us. ആരും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ആരും നമ്മൾ കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. ദൈവം എന്നെ കാണുന്നുണ്ട് എന്നൊരു വലിയ ശക്തിയാണ്. ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ രേഖാചരടാണ്. അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഹാഗാറിന് മുതൽക്കൂട്ടായിരുന്നത് 2 ചോദ്യങ്ങൾ. വഴിക്ക് വെച്ച് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടെ ചോദിക്കുക, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടുന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ. പേര് ചൊല്ലി വിളിക്കുക. അവൾ ആരാണ്, എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ട് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവം അവളോട് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുകയാണ്, നീ എവിടുന്ന് വരുന്നു? Where do you come from? നീ എവിടേക്ക് പോകുന്നു? Where are you going? ഒരുപക്ഷെ ഹാഗാറിന് പോലും അറിയാത്ത 2 ചോദ്യങ്ങൾ, ഉത്തരം കണ്ടെത്താത്ത 2 ചോദ്യങ്ങൾ. അവിടെ വെച്ച് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ അവൾ പറയുന്നു, ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും നമ്മൾ ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത്? പക്ഷേ SB കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി തീരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടേക്ക് അഡ്മിഷൻ ശ്രമിക്കുമ്പോഴും ഇവിടേക്ക് എത്തിച്ചേർന്നപ്പോഴും ഒക്കെ ഞാൻ ഇവിടെ ആയിരിക്കും പഠിക്കുന്നത് എന്ന് ചിലർക്ക് ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ദൈവത്തിന്റെ വലിയ ഒരു നിർണയപ്രകാരമാണ് SB കോളേജിൽ നിങ്ങൾ പഠനാർത്ഥം എത്തിച്ചേർന്നത്. ഇല്ലെങ്കിൽ ദൂരദേശത്തായിരുന്ന നിങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും വന്നു ചേരുകയില്ല എന്ന് വിചാരിച്ച നിങ്ങൾ എങ്ങനെ ഈ കോളേജിൽ എത്തിച്ചേരും? മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും നല്ല ഒരു യൂണിറ്റിന് അർഹരായി തീർന്ന ഒരു യൂണിറ്റാണ് SB കോളേജ് NGOs യൂണിറ്റ്. ആ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വെച്ചാണ് അതിനെ വിലയിരുത്തിയതും അതിനെ ഏറ്റവും മികച്ച ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയത്. ആ യൂണിറ്റിലെ ഒരു അംഗമായിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിച്ചു.
അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ ചെറുതോ വലുതുമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവമാക്കി. ആ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കണം. കാരണം ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ദാസിയായിരുന്ന ഹാഗാറിനെ യജമാനത്തി ഇറക്കി വിടുന്ന അനുഭവം. അപ്പൊ ദൈവത്തിന് തോന്നി പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഈ ചോദ്യം നമ്മുടെ ഉള്ളിലും എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മളെ പോക്ക് എങ്ങോട്ടാ? നമ്മൾ എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്? നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു ചോദ്യം, ഈ ഒരു കാര്യം അവർ പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവര് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് അവർ എത്തിക്കഴിഞ്ഞപ്പോഴും പല കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ വ്യതിചലിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയാകുന്നുണ്ട്. വലിയൊരു യാത്ര, 40 സംവത്സരത്തെ ഒരു യാത്ര കഴിഞ്ഞ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. അവർ എത്തിച്ചേർന്നിട്ടും അവർക്ക് ഒരു പക്ഷേ സുഖകരമായി ജീവിക്കാമായിരുന്നു. പക്ഷെ എന്നിട്ടും അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വന്നു. അവരെ കീഴടക്കുവാൻ തക്കവണ്ണം ഒത്തിരി ആളുകൾ, അവരുടെ രാജ്യം തന്നെ 2ആയിട്ട് മാറി. നോർത്തേൺ ഇസ്രായേലെന്നും സദേൺ ഇസ്രായേലെന്നും ഒക്കെ ആയി മാറി. പിന്നീട് നോർത്തേൺ ഇസ്രായേലിനെ ഒരു രാജ്യക്കാരെ അവരെ അടിമകളായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ യെശയ്യാ പ്രവാചകൻ തന്റെ ആളുകളോട് പറയുന്ന ഒരു വലിയൊരു ഉത്തരമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ എടുക്കാം. വലിയൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 51-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീതി അന്വേഷിക്കുന്നവരുമേ, നീതിയെ പിന്തുടരും യഹോവയെ അന്വേഷിക്കുന്നവരുമേ, എന്റെ വാക്ക് കേൾപ്പിൻ. യെശയ്യാ പ്രവാചകൻ പറയുന്ന ജനങ്ങളോട്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവിൻ എന്ന്. ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. നീ എവിടുന്ന് വരുന്നു? അതിന്റെ ഉത്തരമാണ് നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭവത്തിലേക്കും. പാറയുടെ ഒരു പ്രത്യേകത, എവിടെ നിന്നാണ് ആ പാറ വെട്ടിയെടുക്കുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ വെട്ടിയെടുത്ത പാറയ്ക്കും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഒരു ഗ്രാനൈറ്റ് ആണെങ്കിൽ അതിന്റെ ഏകദേശം വരുന്ന സെയിം പ്രോപ്പർട്ടി ആയിരിക്കും ആ വെട്ടിയെടുത്ത ഗ്രാനൈറ്റിലും ഉണ്ടാകുന്നത്. നമ്മളെ വെട്ടിയെടുത്തത് ദൈവമാണ്. ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും ഛായയിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്നതായ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതായ പല കാര്യങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അടുക്കുന്നു. നമ്മുടെ വില പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത് പറയുന്നു, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും. കനിഗർഭം നമുക്കറിയാം, വളരെ ഡീപ്പായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് പല വിലപ്പെട്ടതായ കാര്യങ്ങളാണ് എടുക്കുന്നത്. വിലപ്പെട്ട അമൂല്യമായ വസ്തുക്കളാണ് അവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പൊ കനിഗർഭത്തിൽ നിന്ന് പ്രയാസം വളരെ വളരെ അഴുക്കായ അനുഭവമാണെങ്കിലും അതിനകത്ത് നിന്ന് വിലപ്പെട്ടതായ ഒരു അനുഭവമാണ്. നമ്മളൊക്കെ ഭയങ്കര വിലയേറിയ വ്യക്തികളാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ വിലയില്ലാത്തവരോട് അല്ലെങ്കിൽ വിലയില്ലാത്ത അനുഭവങ്ങളോട് നാം പലപ്പോഴും സമരസപ്പെട്ടു പോകുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പരാജയമായി മാറുന്നത്, ഒരു പ്രയാസമായി മാറുന്നത്. അപ്പൊ നിങ്ങൾ എവിടുന്ന് വരുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നോടൊപ്പമുണ്ട് എന്നൊരു അനുഭവം നമുക്കുണ്ടാകും. സ്വർഗാരോഹണം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ പെന്തക്കോസ്തിലേക്ക് സഭ അടുക്കുക. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് അവസാനം അനുഗ്രഹിച്ചത് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള അനുഭവമാണ് പറഞ്ഞത്. എനിക്കൊന്ന് മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെ ഒരു
വളരെ വളരെ അനുഗ്രഹപ്രദമായ ഒരു വചസ്സോടുകൂടി ഇമ്മാനുവേൽ, ഒന്നാമത്തെ അവസാന വാക്യത്തിൽ പോകുമ്പോൾ ഇമ്മാനുവേൽ എന്നൊരു പദം, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പക്ഷെ ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തെ കാണുവാനോ നമുക്ക് സാധിക്കാതെ വരുന്നു. സൂര്യന്റെ വെളിച്ചത്തിൽ കൂടി നടന്നിട്ട് സൂര്യന്റെലേക്ക് നോക്കാത്തത് പോലെ പലപ്പോഴും നമ്മൾ സൂര്യനിലേക്ക് നോക്കിയാൽ നമുക്ക് കണ്ണിന് പ്രയാസം ഉണ്ടാകും. പക്ഷെ എപ്പോഴാണ് സൂര്യന്റെ ആ വെളിച്ചം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, അപ്പോഴാണ് നമ്മൾ കാണാതാകുന്നത്, അപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം സൂര്യൻ പ്രകാശിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു അനുഭവം ഓർത്തു കഴിഞ്ഞ് നമ്മുടെ ജീവിതം തന്നെ താറുമാറായി പോകും. നമുക്കുള്ള ഭൂമിയിലുള്ള റിസോഴ്സസ് ഒക്കെ വെച്ച് അതിന് എത്ര സമയം ഈ സൂര്യന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് വെച്ചാലും അതിനൊക്കെ പരിമിതികളുണ്ടാവും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും കൃപകളും ഒക്കെ പലപ്പോഴും നമ്മൾ തുച്ഛീകരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. വി ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. ഈ ഓൺലൈനിലായിട്ടാണ് മിക്ക സമയവും നമ്മൾ കൂടിയതെന്ന് നമുക്കറിയാം. ഓൺലൈനിൽ കൂടിയപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവം നടത്തി. വളരെ പ്രതിസന്ധിയായിരുന്നു, വളരെ പ്രതിസന്ധിയായിരുന്നു. കോവിഡ് വന്നപ്പം എങ്ങനെ ഒരുമിച്ച് കൂടും? ആ പ്രതിസന്ധി നടുവിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം സാധിച്ചുവെങ്കിൽ ദൈവത്തിന്റെ അളവറ്റ കൃപയാണ്. അപ്പൊ നമ്മൾ എവിടെ വരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, നീ എവിടേക്ക് പോകുന്നു? കാരണം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയായിരിക്കും. നീ എവിടുന്ന് വരുന്നു? ഞാൻ അബ്രഹാമിനെയും സാറായുടെയും ദാസിയ, അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയാം. പക്ഷെ എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് അവളുടെ പക്കൽ ഉത്തരമില്ല. നമ്മളോട് ഈ പ്ലസ് ടു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, എൻ്റെ അടുത്ത പരിപാടി. നമ്മൾ കുറെ ഓപ്ഷൻസ് വെക്കും. അതാണ് നമ്മുടെ പരിപാടി, അതാണ് നമ്മുടെ വഴി. പക്ഷെ ആത്യന്തികമായി നമ്മുടെ വഴി എവിടെയാണ്, എന്താണ്, അത് ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ഇതൊക്കെ. കലാലയ ജീവിതം തീർച്ചയായും ആസ്വദിക്കേണ്ടതും കിട്ടുന്ന നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും ഒരു സമയമാണ്. പക്ഷേ ആ സമയം നമ്മളെ മോൾഡ് ചെയ്യുന്ന, നമ്മളെ പരുവപ്പെടുത്തുന്ന ഒരു സമയം കൂടി. ആ സമയം പ്രധാനപ്പെട്ടതും വളരെ പ്രാധാന്യത്തോടു കൂടി അത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും ഭാര്യയായ സാറായിലേക്കും തിരിഞ്ഞു നോക്കുവിനാണ്. നമ്മുടെ പിതാക്കന്മാരുടെ വലിയൊരു അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അവർ നമുക്ക് കാണിച്ചു തന്നെ, അവർ നമുക്ക് നൽകിയിരിക്കുന്ന പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ വാലിഡേറ്ററി ഫംഗ്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ വിലയിരുത്തി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ശരിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ആ നല്ല നല്ല പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും മികച്ച രീതിയിൽ ഇനിയും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇനിയും നല്ല നല്ല ആളുകൾ അതിനകത്തുകൊണ്ടാണ്. അവർ മുൻപോട്ട് വന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിച്ചതുപോലെ പ്രവർത്തകരെയും തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഈ വർഷത്തെ ഈ വാലിഡേറ്ററി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ച ഇവരോടുള്ള സ്നേഹം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് അച്ഛാ. അടുത്തതായി കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റോജ ചെറിയനെ സ്വാഗതം ചെയ്യുന്നു. MGOCSM SB കോളേജ് യൂണിറ്റിന്റെ 2021-22 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരമന തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് അഥവാ MGOCSM. ദൈവഹിതത്താൽ ഈ വർഷം ചങ്ങനാശ്ശേരി SB കോളേജിലെ MGOCSM യൂണിറ്റിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ആരാധന, പഠനം, സേവനം എന്ന ആപ്തവാക്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് 2021-22 MGSSM യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് 27 ഓഗസ്റ്റ് 2021 തുടക്കം കുറിച്ചു. വീഡിയോ പ്രസന്റേഷൻ. MGSSM എന്താണ്, അതിന്റെ മോട്ടോ, MGSSM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം, ഇവയൊക്കെ അറിയാതെ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് MGSSനെ പറ്റിയുള്ള അറിവ് പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും 28 ഓഗസ്റ്റ് 2021 യൂണിറ്റിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് പേജിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യൂണിറ്റ് ഇനാഗ്രേഷൻ 2021-22. ഓഗസ്റ്റ് 29 വൈകുന്നേരം 4:30 2021-22 MGSSM യൂണിറ്റ് ഇനാഗ്രേഷൻ ഗൂഗിൾ മീറ്റ് നടത്തപ്പെട്ടു. MGSSM സെൻട്രൽ ജനറൽ സെക്രട്ടറി ഫാദർ ജീസൺ പി വിൽസൺ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയും SB കോളേജ് പ്രിൻസിപ്പൽ റവ ഫാദർ റെജി പി കുര്യൻ അനുഗ്രഹ പ്രഭാഷണവും MGSSM സെൻട്രൽ സ്റ്റുഡന്റ് സെക്രട്ടറി ജെറിൻ ഡി റോയ് യോഗത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. യോഗത്തിന് 50ഓളം ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. 8 നോമ്പ് ആചരണം. പരിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ അഭിനന്ദ തിരുമേനിമാരുടെ വന്യവൈദികരുടെ നേതൃത്വത്തിൽ ലഘു ധ്യാന ചിന്തക യൂണിറ്റിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ MGSSM SB കോളേജിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. MGSSM മുൻ പ്രസിഡന്റ് അഭിനന്ദ ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈൻ തിരുമേനി, റവ ഫാദർ ജെറിൻ ജോർജ്, അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനി, റവ ഫാദർ സക്രിയ നൈനാർ, റവ ഫാദർ മാത്യു KP, യൂണിറ്റിന്റെ അലൂമിനി മെമ്പറായ റവ ഫാദർ അശ്വിൻ വർഗീസ് ഈപ്പൻ, റവ ഫാദർ മാത്യു പി കുര്യൻ, ഫാദർ ഷൈജു പി മാത്യു എന്നിവർ ധ്യാന ചിന്തകൾക്ക് നേതൃത്വം നൽകി. MGSSM കലാമേള 2K21. ഒക്ടോബർ 2 ഓൺലൈനായി നടത്തപ്പെട്ട MGSSM കലാമേളയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു. സോളോ സോങ് മെയിൽ സെക്കൻഡ് പ്രൈസ് അമൽ സന്തോഷ് എബ്രഹാം, പിക്ടോറിയൽ എസ്എ സെക്കൻഡ് പ്രൈസ് റോജ ചെറിയാൻ. വിജയികൾക്ക് നവംബർ 2 പരമല പള്ളിയിൽ വെച്ച് നടന്ന MGSSM മീറ്റിംഗിൽ വെച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പിതാക്കന്മാരുടെ സൂക്തങ്ങൾ. ഒക്ടോബർ 10 മുതൽ 15 ആഴ്ചകളിൽ വിവിധ പിതാക്കന്മാരുടെ സൂക്തങ്ങൾ യൂണിറ്റിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ദൃശ്യ 2K21. നമ്മളെ സ്വപ്നങ്ങൾ കാണുവാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓൺലൈനായി നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ദൃശ്യ 2K21 എന്ന പേരിൽ ഒരു കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു. അതിൽ ഫോട്ടോഗ്രാഫി, ഡ്രോയിങ്സ്, ക്രാഫ്റ്റ് എന്നീ മേഖലകളിൽ കോമ്പറ്റീഷൻ നടത്തുകയും ചെയ്തു. ഓരോ മേഖലകളിലെയും വിജയികൾക്ക് 300 രൂപ ക്യാഷ് പ്രൈസും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. പരമല പെരുന്നാൾ. പരമല പെരുന്നാളിനനുബന്ധിച്ച് ഒക്ടോബർ 30 പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ മോറമ്മ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയം കാതോലിക്ക ബാവ പരമല തിരുമേനിയെ പറ്റി ഒരു വീഡിയോ ചെയ്തു തരികയും യൂണിറ്റിന്റെ യൂട്യൂബ് ചാനലിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വ്യക്തിത്വ വികസന വെബിനാർ. 21 നവംബർ 2021 വൈകുന്നേരം 4 മണിക്ക് ഗൂഗിൾ മീറ്റ് വഴി വ്യക്തിത്വ വികസന വെബിനാർ ദ വേ ടു റിട്ടേൺ എന്ന വിഷയത്തെ ആധാരമാക്കി നടത്തുകയും റിസർച്ച് സ്കോളർ, പബ്ലിക് സ്പീക്കർ, അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റന്റുമായ അഡോണി ടി ജോൺ വെബിനാർ നേതൃത്വം നൽകുകയും ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ റവ ഫാദർ റെജി പി കുര്യൻ വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയും യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ലിജി ജേക്കബ് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ക്രിസ്മസ് ടോക്ക് സീരീസ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 1 മുതൽ 25 വരെ നമ്മുടെ യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും അലൂമിനി മെമ്പേഴ്സിനെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് ടോക്ക് സീരീസ് ഓൺലൈനായി നടത്തപ്പെടുകയും വീഡിയോസ് യൂണിറ്റിന്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ലിജി ജേക്കബ്, ക്രിസ്റ്റീൻ PJ, ഏഞ്ചൽ മേരി വർഗീസ്, അമല, ജസ്മോ സക്രിയ, റോജ ചെറിയൻ, എബി പി തോമസ്, എബിൾ തോമസ് റെനി, ഭാഗ്യ സെന്റ് മാത്യു, ഫാദർ രോഹിത് സക്രിയ ജോർജി, മിസസ് പ്രീതി സാറ ഫിലിപ്പ്, ഫാദർ ഓബിൻ ജോസഫ്, ടിയ ആൻ ബാബു, ജോർജ് എ ബാൻഡ്രൂസ്, അജൽ എസ സാജു, വർഷ ആൻ ഷാജി, എതു ജേക്കബ് തോമസ്, നിമ്മി മേരി രാജൻ, SB കോളേജ് ബസിറർ റവ ഫാദർ മോഹൻ മാത്യു, ഫെബിൻ ബി ഷിജു, സോണിയ മേരി വർഗീസ്, ഐസക് സാമുവൽ, ബെറിൻ ബേബി മോനിച്ചൻ, അലക്സീന ബിജു, യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഡോക്ടർ മാത്യു എബ്രഹാം എന്നിവർ ടോക്ക് സീരീസിൽ പങ്കാളികളായി. ദ ലണ്ടൻ ജേർണി. 50 നോമ്പിന് അനുബന്ധിച്ച് ദ ലണ്ടൻ ജേർണി എ പിൽഗ്രിമേജ് ത്രൂ ദ പാഷൻ ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ ഓരോ ഞായറാഴ്ചകളിൽ ലഘു ധ്യാന ചിന്തകൾ ഏബൽ തോമസ് ഡെനി, റവ ഫാദർ ഡോക്ടർ വർഗീസ് കി ജോഷുവ, ജെറിൻ ബിജോയ്, റോജ ചെറിയൻ, ഫാദർ ജോസഫ് ചാക്കോ എന്നിവർ പങ്കുവയ്ക്കുകയും യൂണിറ്റിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളായ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. ദുരിതക്കടലിൽ മുങ്ങിയ ജീവിതങ്ങൾക്കും
സ്വപ്നങ്ങൾക്കും കൈത്താങ്ങ് നൽകുവാനായി 100 റുപ്പീസ് ചലഞ്ച് എന്ന പരിപാടി ഓൺലൈനായി നടത്തുകയും 5750 രൂപ നമ്മൾക്ക് അതിലൂടെ കളക്ട് ചെയ്യാനും സാധിക്കുകയും ചെയ്തു. അത് MGSM സ്റ്റുഡന്റ് സെന്ററിൽ ഏൽപ്പിക്കുകയും ചെയ്തു. MGSM സെൻട്രൽ മിഷണറി ഫോറം പ്രോജക്റ്റായ തെരുവോരങ്ങളിൽ ആരുമില്ലാതെ അലയുന്നവർക്ക് ഒരു കൈത്താങ്ങായി ബ്ലാങ്കറ്റ് നൽകുന്ന അകത്തളിർ എന്ന പദ്ധതിയിലും കുട്ടികൾക്ക് സ്കൂൾ യൂണിഫോമും പഠനോപകരണങ്ങളും നൽകുന്ന നിറപുഞ്ചിരി 2022 എന്ന പദ്ധതിയിലും നമ്മുടെ യൂണിറ്റ് ഭാഗമാവുകയും അകത്തളിർ സെന്റർ പ്രോജക്റ്റിൽ 1650 രൂപയും നിറപുഞ്ചിരി പ്രോജക്റ്റിൽ 9650 രൂപയും നൽകുവാൻ സാധിച്ചു. മെയ് 14 നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങളോടൊപ്പം പാമ്പാടി ആശാകിരൺ, അഭയഭവൻ, ബാലഭവൻ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആശാകിരണിൽ 6000 രൂപയും അഭയഭവനിലും ബാലഭവനിലുമായി ഒരുമിച്ച് 8000 രൂപ നൽകുകയും ചെയ്തു. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ 31,050 രൂപ ഈ വർഷം നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകുവാൻ സാധിച്ചു. ആശംസകൾ. 14 ഒക്ടോബർ 2021 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയും മലങ്കര സഭയുടെ 22ാമത്തെ മെത്രാപ്പോലിത്തയുമായി സ്ഥാനമേറ്റ അഭിനന്ദ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനിക്ക് യൂണിറ്റിന്റെ വക ആശംസകൾ അറിയിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾ തിരുമേനിയെ പറ്റി അറിയുന്നതിന് വേണ്ടി യൂണിറ്റ് അംഗവുമായ ഏബിൾ തോമസ് ഡെന്നി ഒരു വീഡിയോ ചെയ്യുകയും യൂണിറ്റിന്റെ യൂട്യൂബ് ചാനലിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ MGSM സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും വർക്കിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ യൂണിറ്റ് അംഗവും BSc മാത്സ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുമായ ഏബിൾ തോമസ് ഡെന്നിക്ക് യൂണിറ്റിന്റെ പേരിലുള്ള ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ എന്തൊക്കെ പരിപാടി നടത്തണം, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നീ ചോദ്യങ്ങളൊക്കെ ഒരു ആശങ്കയായി ഉയർന്നു വന്നെങ്കിലും ഈ വർഷവും വ്യത്യസ്ത തലങ്ങളിൽ യൂണിറ്റിലെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരുടെയും അഭിധേയകാംക്ഷികളുടെയും സ്നേഹ പ്രോത്സാഹനങ്ങളോടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും 2021-22 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു ചേച്ചി. അടുത്തതായി കഴിഞ്ഞ അധ്യയന വർഷത്തെ കണക്ക് അവതരിപ്പിക്കുന്നതിനായി ട്രഷറർ എന്ന നിലയ്ക്ക് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, കോവിഡിന്റെ സാഹചര്യത്തിൽ നമുക്ക് ഒത്തിരിയധികം പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന വിധം കുറെയൊക്കെ സംഭാവനകൾ നൽകുവാനായിട്ട് സാധിച്ചു. അതിന് ആദ്യം തന്നെ പ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ ദൃശ്യ 2K21 എന്നൊരു ഓൺലൈൻ കോമ്പറ്റീഷൻ നടത്തുകയും അത് 3 കാറ്റഗറിയിലായിട്ട് 300 രൂപ വെച്ച് 900 രൂപ നമ്മൾ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്, ദുരിതക്കടലിൽ മുങ്ങിയ ജീവിതങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചിറക് വിടർത്തുവാനായി SB കോളേജ് MGOCSM യൂണിറ്റ് ഒരു 100 റുപ്പീസ് ചാലഞ്ച് കണ്ടക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായി ഏകദേശം 5750 രൂപ നമുക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട്, നമ്മുടെ സെൻട്രൽ പ്രോജക്റ്റായ അകതളിർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം 1650 രൂപയും കളക്ട് ചെയ്തു. പിന്നീട് ആശാകിരൺ, അഭയഭവൻ, ബാലഭവൻ എന്നീ സ്ഥാപനങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുകയും അവിടേക്കായി ആശാകിരണിലേക്ക് 6000 രൂപയും അഭയഭവൻ, ബാലഭവൻ അവിടേക്കായി 4000 രൂപ വീതം മൊത്തം 8000 രൂപയും നമ്മളെ സംരംഭിച്ച് കൊടുക്കുകയുണ്ടായി. അവസാനമായിട്ട് നിറപുഞ്ചിരി 2022 എന്ന സെൻട്രൽ പ്രോജക്റ്റിന് വേണ്ടി ഏകദേശം 9650 രൂപ നമ്മുടെ യൂണിറ്റിൽ നിന്ന് നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചു. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായിട്ട് ഒരു ഗാനം ആലപിക്കുന്നതിനായി ടിയ ആൻഡ് ബാബുവിനെ ക്ഷണിക്കും. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നേ തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമാരിയയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ആശിഷമാരിയയക്കേണമേ.
ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നേ തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നേ തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. താങ്ക് യു ടിയ. അടുത്തതായിട്ട് ഒരു ഗെയിം സെഷൻ ആണ്. അതിനുവേണ്ടി നമ്മുടെ യൂണിറ്റ് അംഗമായിരിക്കുന്ന ഫെബിൻ വി ഷിജുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു ഗെയിം സെഷൻ ആണ്. അപ്പം ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ കുറച്ച് ഇമോജികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇമോജികൾ ഉപയോഗിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഗെയിമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. എല്ലാവർക്കും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞിരുന്നില്ല? കാണാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു സീക്വൻസ് ഇതാണ്. അപ്പൊ ഇത് വെച്ച് ഇതിൽ ഏത് കഥാപാത്രത്തെയാണ്, ഏത് വേദപുസ്തക കഥാപാത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം മനസ്സിലായെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെ അത് മനസ്സിലായി എന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ആർക്കും മനസ്സിലായില്ലേ? അതെ, നോഹയാണ്. കറക്റ്റ് ആണ്, നോഹയാണ് ഉത്തരം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സിലായെന്നുള്ളത്. അത് ഈ രണ്ട് ആണും പെണ്ണുമായിട്ടാണ് നോഹ പെട്ടകത്തിലേക്ക് ജന്തുക്കളെ എല്ലാം കയറ്റിയത്. പെട്ടകം വെള്ളത്തിന് മേലെ പൊങ്ങിക്കിടന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു, മഴ നിന്നു. ഇനിയെല്ലാം ഒരു പ്രളയത്തിലൂടെ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ദൈവം മഴവില്ല് കാണിച്ചു കൊടുത്തു. കറക്റ്റ്, ശരിയായ ഉത്തരവാണ്. എനിക്കിന്ന് ഏബലാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഏബലല്ലേ? സോ രണ്ടാമത്തെ സീക്വൻസ് കാണിക്കുകയാണ്. ഇതും വളരെ സിമ്പിളാണ്. ആടുണ്ട്, ഒരു യങ് ടീനുണ്ട്, അതിനോടൊപ്പം ഗാനത്തിന്റെ, പിന്നെ കിരീടം, 4 ഇമോജീസ്. അതെ, ദാവീദാണ്. ശരിയായ ഉത്തരവാണ്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ മനസ്സിലായി എന്നുള്ളത്. ദാവീദ് ആദ്യമേ ഈ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനായിരുന്നു. അതിനുശേഷം അവൻ സംഗീതജ്ഞനായിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ദാവീദ് രാജാവായി. ശൗലിന്റെ കൊട്ടാരത്തിൽ സംഗീതജ്ഞനായി ചെന്നു. കറക്റ്റായി കണ്ടുപിടിച്ചു. മൂന്നാമത്തത് കാണിക്കുകയാണ്. മൂന്നാമത്തെ സീക്വൻസ് ഇതാണ്. ഇവിടെ 4 ഇമോജി ആണുള്ളത്. മാതാവാണോ? അതെ, മാതാവ്. കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം മാലാഖ മാതാവിനോട് ഇത് പറയുന്ന അരുളപ്പാട് പറയണത്,
അത് കഴിഞ്ഞിട്ട് ഗർഭിണിയാവുന്നു, പിന്നെ യേശുക്രിസ്തു ജനിക്കണം. കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത 4ാമത്തെ സീക്വൻസ് കാണിക്കുകയാണ്. ഇതിൽ 5 പിക്ചേഴ്സ് ഉണ്ട്. പവർ, ലവ്, ഡാൻസ്, സിസേഴ്സ്, ഐസ്. 5 ഇമോജീസ് ആണ് നൽകിയിരിക്കുന്നത്. ഷിംഷോൻ കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഷിംഷോൻ ബലവാനായിരുന്നു. തന്നെ ഫെലിസ്തീയ സ്ത്രീയുമായി സ്നേഹബന്ധത്തിലായി. അവള് ഷിംഷോന്റെ ആ ഒരു ശക്തിയുടെ അടയാളമായ മുടി മുറിച്ചു കളയുന്നു. കണ്ണുകൾ അവസാനം ചൂഴ്ന്നെടുക്കുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് അടുത്ത 5ാമത്തത് സീക്വൻസിലേക്ക് പോവാണ്. ഇവിടെ ഒരു വ്യക്തിയുണ്ട്. കൈകൂപ്പൽ മീൻസ് കൈകൂപ്പി നിൽക്കുന്ന ഒരു ഇമോജി, സിംഹത്തിന്റെ ഒരു ഇമോജി, ആഘോഷത്തിന്റെ ഏറ്റവും അവസാനം ആഘോഷത്തിന്റെ ഒരു ഇമോജി. 4 ഇമോജിയാണുള്ളത്. ആർക്കും കിട്ടിയില്ലേ? ഇതും 2ഉം 3ഉം ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. തേർഡ് ഇമോജി ഒക്കെ ചാറ്റ് ബോക്സ് നോക്കണേ. ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നോണ്ട് കാണാൻ പറ്റത്തില്ല ചാറ്റ് ബോക്സ്, അതുകൊണ്ടാണ്. മോബിനച്ചൻ ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാനിയേല കറക്റ്റ് ആണ്. ദാനിയേല് പ്രാർത്ഥനയിലൂടെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. കറക്റ്റ് ആണ്. 6ാമത്തത് ഒരു ഏഞ്ചൽ ഇമോജി, അതായത് വളരെ ഭവ്യതയിലൂടെയുള്ള ഒരു ഇമോജി. പിന്നെ ഒരു ടാപ്പ്, വെള്ളം വീഞ്ഞാക്കുന്ന ഇവന്റ് ആണ്. കറക്റ്റ് ആണ്. യേശുവിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പോവാണ് 7ാമത്തെ സീക്വൻസിലേക്ക്. മരമുണ്ട്, ന്യായാധിപതിയുണ്ട്, ഷീൽഡ് ഉണ്ട്, സോഡ് ഉണ്ട്, രാജപദവികളുണ്ട്. 6 ഇമോജീസ് ആണ് കൊടുത്തിരിക്കുന്നത്. റോജ ചേച്ചി ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഉത്തരം ഇടുവാണേ ഒന്ന് പറയണേ. ഓക്കെ പറയാം. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഇമോജി മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻസർ പറഞ്ഞു. ഒരു ക്ലൂ കൂടെ തരാം. ആദ്യ സ്ത്രീ മീൻസ് ജനതയെ ഭരിച്ച ആദ്യ സ്ത്രീ ന്യായാധിപത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉത്തരം ദെബോറയാണ്. നമുക്കറിയാം ന്യായാധിപതിയായിരുന്നു. ജനങ്ങളെ നയിച്ച ആദ്യത്തെ മീൻസ് ഇസ്രായേൽ ജനതയെ നയിച്ചൊരു ആദ്യ സ്ത്രീ ന്യായാധിപതി എന്ന രീതിയിലൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പൊ അതൊക്കെയായിരുന്നു ക്ലൂസ്. സോ അടുത്തതിലേക്ക് പോവാണ്. ഒരു വ്യക്തിയെ കാണിച്ചിട്ടുണ്ട്. മോശ കറക്റ്റ് ആണ്. മോശ കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തോളൂ പെട്ടെന്ന്. എരിയുന്ന മുൾപടർപ്പ് ചെരുപ്പൂരാൻ പറഞ്ഞു, പിത്തസർപ്പത്തെ നാട്ടി. കറക്റ്റ് ആണ്. അടുത്ത 9ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ക്ലൂയിലേക്ക് പോവാണേ. ഒരു ഡോക്ടർ, ലൂക്കോസ് കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തോ. അതെ, വൈദ്യനായ ലൂക്കോസ് ആണ്. കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ്. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ആണ്, ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും. അബ്രഹാം കറക്റ്റ് ആണ്. അബ്രഹാം ശരിയായ ഉത്തരവാണ്. എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി തീയും പറവൊക്കെ ആയിട്ടാ പോയത്. അവിടെ ചെന്നപ്പം ദൈവം നിർത്താൻ പറഞ്ഞു. പിന്നെ പകരം ആടിനെ കൊടുത്ത് ബലി കഴിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു റൗണ്ട് അവിടെ കഴിഞ്ഞു. ഇനി ചെറിയ കുറച്ച് കടങ്കഥ ചോദ്യങ്ങൾ, ബൈബിളുമായിട്ട് ബേസ് ചെയ്തല്ല, അല്ലാണ്ട് കുറച്ച് ചെറിയ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആർക്ക് വേണേലും ഉത്തരം പറയാം. ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം ഏത്? ആർക്കും കറക്റ്റ് ആണ്, അസുഖമാണ്.
റോജ ചേച്ചി ഇതൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിരിക്കാന്ന് തോന്നുന്നു. രണ്ടാമത്തെ ചോദ്യം, ആവശ്യക്കാർ വാങ്ങില്ല, വാങ്ങിയവർ ഉപയോഗിക്കില്ല. ചവപ്പെട്ടി. കറക്റ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇതിപ്പോ ഞാൻ ചോദ്യം ഉണ്ടാക്കിയ ഞാൻ ആയിപ്പോയല്ലോ, ആരും ഒന്നും ആലോചിക്കുന്ന പോലെയല്ല. മൂന്നാമത്തെ ചോദ്യം, സാധനങ്ങൾ വെക്കാൻ കഴിയാത്ത ടേബിൾ. ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ. സത്യം പറഞ്ഞു, നീ ഇതിന് വേണ്ടി പ്രത്യേക പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടോ? പിന്നല്ല. നാലാമത്തെ ചോദ്യം, ഒരു കൊല്ലം തീർച്ചയായും ഗ്യാരണ്ടി നൽകുന്ന സാധനം. ഒരു കൊല്ലം ഉറപ്പായിട്ട്. കേട്ടില്ല. കലണ്ടർ. കലണ്ടർ. വീണ്ടും കറക്റ്റ് ആയിട്ട് ഉത്തരവാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, നട്ടാൽ മുളയ്ക്കാത്ത പയർ. അമ്പയർ. കറക്റ്റ്. നീ ഇത് ഇവിടെ നേരത്തെ കേട്ടിട്ടുള്ളതെന്ന് മനസ്സിലായി. സമ്മാനം വേണം. സമ്മാനം പ്രത്യേകം പിന്നീട് ഇവിടെ യൂണിറ്റിൽ നിന്ന് തരുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, 2 റൗണ്ടേ ഉള്ളായിരുന്നു. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനിയിപ്പോ നേരിട്ടൊക്കെ കാണുമ്പോൾ ഇതിലും മികച്ച രീതിയിലുള്ള കുറച്ച് സെഷൻസ് ഒരുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഒരു അവസരം നൽകിയ റോജ ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫെബൻ. അടുത്തതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്ങിനുള്ള സമയമാണ്. അതായത് സീനിയേഴ്സ് ആർക്കെങ്കിലും നിങ്ങൾക്ക് MGOCSM ആയിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള സമയമാണിത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. അലൂമിനി മെമ്പേഴ്സിന് പറയാവേ, ആർക്ക് വേണമെന്ന് പറയാം. ആരെങ്കിലും ഒരാള് വോളണ്ടിയർ ചെയ്ത് ആരെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അലൂമിനി മെമ്പേഴ്സ്. എന്റെ പേര് യദു ജേക്കബ് തോമസ് എന്നാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ 2016-19 വർഷത്തെ MGOCSM പ്രവർത്തകനായിരുന്നു SP കോളേജിലെ. 2017-18 വർഷത്തെ സെക്രട്ടറിയും 18-19 വർഷത്തെ വൈസ് പ്രസിഡന്റും ആയിരുന്നു. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ടും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റോട് കൂടി നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ബ്രദർ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരും ഇല്ലാന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മുടെ MGOCSM യൂണിറ്റിന്റെ മുൻകാല പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ മാത്യു എബ്രഹാം സാറിനെ വളരെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മോബിനച്ച, ലിജി മിസ്, അതുപോലെ
റോജ ചെറിയാൻ, ജെറിൻ, ആബൽ, എല്ലാവരുടെയും പേരിൽ എനിക്ക് എല്ലാവർക്കും ക്രിസ്തുവില് അഭിവാദ്യം അർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഇതിൽ നിന്നും ഈ കോളേജിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉള്ള സജീവമായ നേതൃത്വം കൊടുത്ത എല്ലാ ഭാരവാഹികളെയും അഗൈതമായിട്ട് എല്ലാവർക്കും അതുപോലെ നിങ്ങളെ അനുമോദിക്കുന്നു, ഹൃദയത്തിന്റെ ഭാഷയിൽ അനുമോദിക്കുന്നു. ഒരുപാട് സമയം കടന്നു വരുന്ന അധിക ചിന്തകളൊന്നും പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. SB ഈ വർഷം 100ാമത്തെ അതിന്റെ ജന്മം കൊണ്ടതിന്റെ 100ാമത്തെ വർഷം അല്ലെ സെന്റിനറി ഇയർ കയറുമ്പോഴത്തേക്ക് ഒട്ടുമിക്കാറും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. NGOCSM ആരാധന, പഠനം, സേവനം എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിയാണെങ്കിലും എല്ലാ പ്രവർത്തനത്തിലും സംഘടനയ്ക്ക് അകത്തും പാഠ്യമായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സംഭാവനകൾ വളരെ ശക്തമായിട്ട് തുടരണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, 1-2 കാര്യങ്ങൾ പറഞ്ഞ് മാത്രം ഞാൻ ഇതങ്ങ് ഉപസംഹരിക്കാനായിട്ട് വിചാരിക്കുകയാണ്, താല്പര്യമാണ്. നമ്മുടെ കലാലയത്തിലും അകത്തും പുറത്തും എല്ലാം നേരെ തന്നെ ലിജി പറഞ്ഞതുപോലെ സമാധാനം ഇല്ലാത്ത ഒത്തിരി പ്രവർത്തനങ്ങൾ. യുവാൾഡിയില് ഒരു 18 വയസ്സുകാരൻ കൊച്ചുകുട്ടികളെ സഹിതം ഇന്നായിരുന്നു, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ടെക്സാസ് സംസ്ഥാന യുവാൾഡിയിലെ ഒരു എലിമെന്ററി സ്കൂളില് 18 കൊച്ചുകുട്ടികളെയും അവരുടെ ടീച്ചറെല്ലാം വെടിവെച്ച് കൊന്നത്. പിന്നെ അതുപോലെ അക്രമ സംഭവങ്ങള്, യുദ്ധം കൊണ്ടെല്ലാം വളരെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നാണ്യപ്പെരുപ്പ് മാത്രമല്ല, യുദ്ധഭീതിയും കലാലയത്തിലെ പ്രശ്നങ്ങള്, ഡ്രഗ് അബ്യൂസ്, ഇങ്ങനെയുള്ളതിനെല്ലാം നടുവില് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് NGOCSM പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകിച്ചൊരു കോളിംഗ് ഉണ്ട്. നമ്മൾ പഠനത്തിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ കൂടെ മറ്റുള്ളവരെ കാണാനായിട്ടും അവരോട് എമ്പതി പ്രദർശിപ്പിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സാഹചര്യങ്ങളെല്ലാം നമ്മൾ മുതലാക്കണം. നിങ്ങളുടെ അഭയഭവൻ സന്ദർശനമൊക്കെ ഞാൻ വായിച്ചത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തെക്കാളും എല്ലാം വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അപ്പൊ അതുപോലെ യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നതിനുപരി ആന്തരിക സൗഖ്യദായനും കൂടിയാണ്. ഈ പ്രഭാഷണത്തിലെ ഒരു വാക്യം മാത്രം പറയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ നമ്മള് ആത്യന്തികമായിട്ട് നമ്മൾ നോളജ്, അറിവ് തേടി എത്തുകയാണെങ്കിലും ശാന്തി സമാധാനവും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും സഹജീവികളോടും എല്ലാ ചരാചരങ്ങളോടുമുള്ള ഹാർമണി, എന്താണ്, ഒരു ഐക്യപ്പെടലിലെല്ലാം നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മലയാളത്തിലെ ഒരു കവി പാടിയതുപോലെ, വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വവുമല്ലോ, ഒക്കെയും പോകുന്നത് പോയാൽ പോകും, ദുഃഖാൻ പോയ കപ്പൽ പോൽ. ഈ വിശ്വാസമായ കപ്പൽ എന്ന് പറഞ്ഞാൽ എത്ര ശക്തമാണെങ്കിലും വലിയ കാറ്റിലും കൂടുതലെല്ലാം അതിന്റെ ആങ്കറേജ് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ അരുമനാഥിലുള്ള വിശ്വാസവും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സെൽഫ് ബിലീഫാണ്. യേശുവിലുള്ള വിശ്വാസവും സ്വയത്തിലുള്ള വിശ്വാസവും രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ല വിദ്യാർത്ഥികളായിട്ടും നല്ല അധ്യാപകരായിട്ടും തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വളരെ ഡൈനാമിക് ആയിട്ട് പോകാനായിട്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ എന്ന് അച്ഛനെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും കുതിച്ചിരുന്നു. അവിടെ ഈ അന്ന് തിരുവല്ലയിലൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ ക്യാമ്പുകൾക്കൊക്കെ, ഏതെങ്കിലും ക്യാമ്പുകൾക്കൊക്കെ പോയിരുന്നു. പക്ഷെ വളരെയധികം ഒന്നും എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ 2-2.5 വർഷക്കാലമൊന്നും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതല്ലാണ്ട് മിക്കവാറും എല്ലാം കോവിഡിന്റെ പിന്നിലായിരുന്നു. ക്യാരക്ടർ ബിൽഡപ്പ് വളരെ പ്രധാനമാണ്. ഫെയിം, വേ പ്രൈസസ്, മണി ഗോസ് ഇൻ ദി വിൻഡ്. ഒരു വരുന്ന ലോട്ടറി എടുക്കുന്നു പറഞ്ഞാൽ അത് ഒരു ഇതില് ഭാഗ്യത്തിന്റെ തകിടം മറിച്ചിൽ പണം നഷ്ടപ്പെടുന്നു. വാട്ട് റിമൈൻസ്, വാട്ട് ലെഫ്റ്റ് ഈസ് ക്യാരക്ടർ. നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നതാണ് നിലനിൽക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും തികഞ്ഞ സ്വഭാവ രൂപവൽക്കരണത്തിന് NGOCSM നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കട്ടെ. അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമുള്ള നിങ്ങളുടെ സ്നേഹവും
ആശ്രിതത്വവും കൂടുതൽ ശക്തമായി തീരട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. നിങ്ങളുടെ ടീച്ചർക്കും ഇപ്പോഴത്തെ ജെറിൻ, അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മോന്റെ പേര് ഞാൻ വിട്ടുപോയി, അതുപോലെ ആബൽ, അപ്പൊ അതുപോലെ നേരത്തെയുള്ള നാഗ്പൂർ സെമിനാരിയിലേക്ക് പോയ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ആലിബി. അപ്പൊ അവരെ എല്ലാവരെയും ഞാൻ സ്മരിക്കണം, പ്രത്യേകിച്ച് റോജ ചെറിയാൻ. എല്ലാവർക്കും വളരെ ഹൃദയംഗമായ ആശംസകൾ. എന്നെ ഇതിനകത്തേക്ക് നിങ്ങൾ ക്ഷണിച്ചതിന് വളരെ സ്നേഹവും നിങ്ങളോട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വിരമിക്കട്ടെ. നമസ്കാരം. താങ്ക് യു മാത്യു സർ. അടുത്തതായി എത്തിച്ചേർന്നവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഏബൽ തോമസിനെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എത്രയും ആദരണീയനും ബഹുമാനീയനുമായ അന്യ മോബിനജൻ, ബഹുമാനപ്പെട്ട മാത്യു സാറ്, അതുപോലെ തന്നെ നമ്മുടെ SB കോളേജിന്റെ MGOCS ഭാരവാഹികളായ ബഹുമാനപ്പെട്ട നമ്മുടെ ലില്ലി ജേക്കബ് മാഡം, അതുപോലെ വൈസ് പ്രസിഡന്റ് റോജ് ചേച്ചി, സെക്രട്ടറി ആരൻ ചാജൻ, അതുപോലെ മറ്റ് ഭാരവാഹികൾ, MGOCS മുൻകാല പ്രവർത്തകർ, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിക്കുന്നു. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്നുള്ളത് വന്നെത്തിയ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ മുഖവരയുടെ ഒന്നും ആവശ്യമില്ലാതെ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിന് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന അനുഗ്രഹപ്രദമായ സന്ദേശം നമുക്ക് നൽകിയത് ബഹുമാനപ്പെട്ട മോബിൻ അച്ഛനാണ്. ബഹുമാനപ്പെട്ട മോബിൻ ജോസഫ് അച്ഛൻ MGOCS തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹം MGOCS പ്രസ്ഥാനത്തിന്റെ വൈദിക ശ്രേഷ്ഠനാണ്. മികച്ച ഒരു വാഗ്മിയും നല്ല ചിന്തകൾ നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ധ്യാന ഗുരുവുമാണ് ബഹുമാനപ്പെട്ട മോബിൻ അച്ഛൻ. അദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു സമാപന മീറ്റിംഗിലേക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. SB കോളേജ് MGOCS എല്ലാവിധമായ നന്ദിയും സ്നേഹവും ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ പ്രയർ സോങ് ആലപിച്ചത് എത്രയും പ്രിയപ്പെട്ട ജിൻസി ജോയ് ആണ്. MGOCS SB കോളേജ് വിദ്യാർത്ഥികളുടെയും ഭാരവാഹികളുടെയും പേരിൽ പ്രിയപ്പെട്ട ജിൻസി ജോയോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന് സ്വാഗതം ആശംസിച്ചത് ബഹുമാനപ്പെട്ട ജെറിൻ ബിജോയാണ്. അദ്ദേഹത്തോടും MGOCS SB കോളേജ് യൂണിറ്റിൻ്റെതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് SB കോളേജിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റോജ ചേച്ചിയാണ്. ചേച്ചിയെ സംബന്ധിച്ച് നമ്മുടെ SB കോളേജില് ഈ ഒരു വർഷക്കാലം നമുക്കറിയാം, നവംബർ മാസത്തോടു കൂടിയാണ് ഏകദേശം കോളേജ് ആരംഭിക്കുന്നത്. ആ സമയം മുതൽ ഇന്ന് വരെ ലഭിച്ച സമയത്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അത് റിപ്പോർട്ട് അവതരണത്തിൽ നമുക്ക് മനസ്സിലായി. ഏറെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട റോജ ചെറിയാനുള്ള നന്ദിയും സ്നേഹവും SB കോളേജിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ കണക്ക് അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട ജോയൽ സിജോസഫാനാണ്. നമുക്കറിയാം, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അത് വളരെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. കാരണം പല പ്രോജക്റ്റുകളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഈ പൈസ ഉണ്ടാക്കാനുള്ള ഞെരുക്കം വളരെയധികം അനുഭവിക്കാറുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി പലരെയും വിളിക്കാനും പറയാനും ഒക്കെ അധികം ഒരുപാട് സമയം ഒക്കെ ആവശ്യമുണ്ട്. അത് SB കോളേജിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ കരുത്തുറ്റ നിലയിൽ ആ ഒരു കണക്കിന്റെ ക്രമീകരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൽ ഞാൻ കണ്ടത്, ഈ കണക്കുകൾ പ്രത്യേകിച്ച് വരവ് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായ കണക്കും അതിന് ആനുപാതികമായ ചെലവിന്റെ കണക്കും അദ്ദേഹം എഴുതി സൂക്ഷിക്കുകയും കറക്റ്റ് സമയങ്ങളിൽ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. വളരെ നല്ല ഒരു രീതിയാണത്. ഏറെ സന്തോഷത്തോടെ കണക്ക് അവതരിപ്പിച്ച അദ്ദേഹത്തിനുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിച്ച് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട ലില്ലി ജേക്കബ് മാഡം, അദ്ദേഹം ബഹുമാനപ്പെട്ട ടീച്ചറാണ്. നമ്മുടെ കോളേജിന്റെ MGOCS കാര്യങ്ങളിലൊക്കെ പ്രധാന ചുക്കാൻ പിടിക്കുന്നത്. ടീച്ചറോടുള്ളതായ നന്ദി സ്നേഹവും അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ടീച്ചർ നമ്മോടൊപ്പം ഈ ഒരു MGOCS പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടായി നമ്മെ വഴി നടത്തും. ബഹുമാനപ്പെട്ട ടീച്ചറോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കും. അതുപോലെ തന്നെ നമുക്ക് മനോഹരമായ ഒരു ഗാനം ആലപിച്ചത്
ഏറെ ബഹുമാനപ്പെട്ട ടിയ ആൻ ബാബു ചേച്ചിയാണ് ചേച്ചിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയം സന്തോഷത്തോടെ അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നല്ല മനോഹരമായ ഗെയിമുകൾ, അത് ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇത്രയും ഭംഗിയായ നിലയിൽ എങ്ങനെയാണ് ഗെയിംസ് ഒക്കെ അവതരിപ്പിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി ഒരു തരത്തിലുമുള്ള ടൈമിലാകോ ഒന്നും ഉണ്ടാവാതെ കൃത്യമായും വ്യക്തമായുള്ള പ്ലാനിങ്ങോട് കൂടി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ട ഫെബിനാണ്. ഫെബിനും ഞാൻ സഹപാഠികളാണ്. പ്രിയപ്പെട്ട ഫെബിൻ ഈ ഒരു മീറ്റിംഗിൽ ഭംഗിയായിട്ട് ആ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഫെബിനോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ മുൻകാല പ്രവർത്തകർ പങ്കെടുത്തു. അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ കടന്നു വന്ന ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു എബ്രഹാം സാറ് നമ്മുടെ കോളേജിൽ നിന്ന് പോയിട്ടും നമ്മൾ വിളിച്ചപ്പോൾ ഈ വിളിപ്പുറത്ത് എത്തിച്ചേർന്നത് അദ്ദേഹം ഇപ്പോഴും SB കോളേജിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളെ ഈ സമയത്ത് ശ്ലാഘിക്കുന്നു. അദ്ദേഹം വന്നു ചേർന്നതിലുള്ളതായ നന്ദി സ്നേഹവും ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിന്റെ ആ ഒരു നേതൃപാടവം, ആ ഒരു നല്ല ബന്ധം ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക മുതൽക്കൂട്ടാണ്. ഞാൻ ഈ വോട്ട് ഓഫ് താങ്ക്സ് ഇവിടെ പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ നിയോഗിതനായിരുന്നത് ഞാനല്ല, നമ്മുടെ സെക്രട്ടറി ആയ ബഹുമാനപ്പെട്ട അന്നച്ചേനാണ്. അദ്ദേഹത്തിന് ചില സാങ്കേതികമായ കാരണങ്ങളാൽ സാധിക്കാതെ വന്നതിനാലാണ് ഞാൻ ഈ പെട്ടെന്ന് ഈ ഒരു മീറ്റിംഗിൽ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അന്നച്ചേനോട് നന്ദിയും സ്നേഹവും ഈ സമയം സന്തോഷത്തിൽ അറിയിക്കുന്നു. ഏറ്റവും ആദ്യം പറയേണ്ടതാണ്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായി പറയേണ്ട ഒരു കാര്യമാണ് ഈ വർഷം പാസ് ഔട്ട് ആകുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, ഈ വഴി വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വഴികൾ ഇങ്ങനെ വെട്ടിപ്പോകുമ്പോൾ ഈ വെട്ടുന്നയാൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം കാലയിൽ ഈ കല്ല് തട്ടും, മുകളിൽ ചവിട്ടും, മറിഞ്ഞു വീഴും. പുറകെ നടന്നു വരുന്നവർക്ക് യഥാർത്ഥത്തിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ മുൻകാല പ്രവർത്തകർ അല്ലെങ്കിൽ കടന്നു പോകുന്നവർ, പാസ് ഔട്ട് ആവുന്നവർ എന്നുള്ളത് ഈ വഴി തെളിച്ചു തന്നവരാണ്. അതുകൊണ്ട് അവർക്ക് പിന്നാലെ കടന്നു വരുന്നവർക്ക് അധികം മുള്ളുകളും കല്ലുകളും ഒന്നും തട്ടാതെ വളരെ സുരക്ഷിതമായി അവർ കടന്നു വരും. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം ഒരിക്കലും നമുക്ക് ഈ വഴി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നവരെ വിസ്മരിക്കരുത്. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ഈ വർഷം പാസ് ഔട്ട് ആവുന്ന എല്ലാ ജ്യേഷ്ഠ സഹോദരന്മാരോടും സഹോദരിമാരോടും നന്ദിയും സ്നേഹവും പ്രത്യേകം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ വന്ന മുൻകാല പ്രവർത്തകർ, അവരാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അവർ ഈ കോളേജിൽ നിന്ന് പോയിട്ട് ഈ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നവരും ഇനിയും വരുന്നവരും ആ ഒരു ബന്ധം അവരെ കാട്ടിത്തന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മുൻപോട്ട് പോയാലും കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഡിഗ്രി, അതുപോലെ മാസ്റ്റർ ഡിഗ്രി, PG കോഴ്സുകളിലും മറ്റ് കോഴ്സുകളിലും SB കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ വർഷം പാസ് ഔട്ട് ആകുന്നവർക്ക് ഞങ്ങളുടെ ഒരു കൊച്ചനുജന്മാരുടെയും അനുജത്തിമാരുടെയും പ്രതിനിധി എന്ന നിലയിൽ നൽകാനുള്ള ഒരു സന്ദേശം എന്നുള്ളത് ദിനവൃത്താന്തം 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗമാണ്. അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുമ്പോൾ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ എവിടെയും വിജയികളായിരിക്കും. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവണം. നമുക്കറിയാം, യോശുവായും കൂട്ടരും പോയി എറീഹോ കോട്ടയെ കീഴടക്കുന്നു. അതേ അവസരത്തിൽ തന്നെ അവര് ഹാരി പട്ടണം കീഴടക്കാൻ ചെല്ലുമ്പോൾ തോറ്റു പിന്മാറുന്നു. അപ്പോൾ യഹോവ കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതായ ആ ഒരു സംഗതി ഈ ഒരു കഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് സ്നേഹപൂർവ്വം പറയുവാനുള്ളത്, യഹോവയോട് കൂടെ ഇരിക്കുവാൻ, അവന്റെ വാക്കുകൾ അനുസരിക്കുവാൻ, അവന്റെ വചനത്തിൽ എന്നും നിലയുറച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ. 1000 ദേവത പരിശുദ്ധ രൂപ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. ഈ മീറ്റിംഗിൽ ആരോടെങ്കിലും നന്ദി പറയുവാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടുള്ള ആ ഒരു തിരക്കിൽ സംഭവിച്ചതാണ്. എങ്കിലും ഔപചാരികമായി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ കടന്നു വന്ന ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്തിയ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട യദുവശനുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ സംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഏബൽ. ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ വാലിഡേറ്ററി ഫംഗ്ഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി വന്നു ചേർന്നവരോട് എല്ലാവർക്കും
നന്ദി അറിയിച്ചുകൊണ്ടും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകളോട് പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.